കാഷ്നട്ട് കുറച്ച് റേസിൻസ് അതോ ഉണക്കമുന്തിരിയും കൂടി ഇട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് തേങ്ങയും ശർക്കരയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. അപ്പൊ കുറച്ചുകൂടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാഷ്നട്ടിന്റെയും റേസിൻസും ഒക്കെ വരും. അങ്ങനെ കുറച്ചുകൂടെ റിച്ച് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അല്പസമയം ഒന്ന് മിക്സ് ആക്കാം. അപ്പോഴേക്കും ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് തേങ്ങയിലൊക്കെ ശർക്കര നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമാണ്. നന്നായിട്ട് 2 മിനിറ്റും കൂടെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം.